ഹായ് ഫ്രണ്ട്സ്, ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അതോടൊപ്പം തന്നെ ഈ വർഷത്തെ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ ഞാൻ നിങ്ങൾക്ക് നേരുന്നു. ക്രിസ്മസിൻ്റെ പ്രധാന വിഭവങ്ങളിൽ ഒന്നാണ് ക്രിസ്മസ് കേക്ക്, റിച്ച് ഫ്രൂട്ട് കേക്ക് അല്ലെങ്കിൽ പ്ലം കേക്ക്. പലരും ഇതിൻ്റെ പ്രിപ്പറേഷൻസ് ഒരു മാസം മുമ്പേ തന്നെ തുടങ്ങുന്നു, അല്ലെങ്കിൽ 1-2 ആഴ്ചകൾക്ക് മുമ്പേ തന്നെ തുടങ്ങുന്നു. ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ച് റമ്മിലോ ബ്രാൻഡിയിലോ കുതിർത്ത് വയ്ക്കും. അതിനുശേഷം നമ്മൾ കേക്ക് ഉണ്ടാക്കും. അതുപോലൊരു റിച്ച് ഫ്രൂട്ട് കേക്കാണ് ഈ ക്രിസ്മസിന് വേണ്ടി ഞാൻ നിങ്ങളുടെ മുന്നിൽ തയ്യാറാക്കി കാണിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 250 ഗ്രാം മൈദയാണ്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 പിഞ്ച് സോൾട്ടും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് നല്ലതായിട്ട് അരിച്ച് മാറ്റി വയ്ക്കുക. ഇനി ഒരു കടായി എടുത്ത് അതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് നമുക്ക് ഷുഗർ കാരമലൈസ് സിറപ്പ് ഉണ്ടാക്കണം. ഈ ഷുഗറിൻ്റെ നിറം ഒന്ന് മാറി വരുമ്പോഴത്തേക്ക് ഒരു ബ്രൗണിഷ് കളർ വരുമ്പോഴത്തേക്ക് ഒരല്പം കൂടി കഴിഞ്ഞ് ഏകദേശം കളർ ആവാറായിട്ടുണ്ട്. ഈ കളറൊക്കെ ആകുമ്പോഴത്തേക്ക് തീ ഓഫ് ചെയ്തിട്ട് 1-2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അല്പാൽപമായിട്ട് കുറച്ച് വെള്ളം ചേർത്ത് സിറപ്പാക്കി എടുക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുക. ഇനി അടുത്തായിട്ട് ഞാനിവിടെ 250 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 270 ഗ്രാം ബ്രൗൺ ഷുഗറും എടുത്തിട്ടുണ്ട്. ഇത് നല്ലതായിട്ടൊരു ഹാൻഡ് മിക്സറോ അല്ലെങ്കിൽ വിസ്കോ ഉപയോഗിച്ച് ഒരു 10 മിനിറ്റ് എങ്കിലും നല്ലതായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് ഞാൻ 6 മുട്ട എടുത്തിട്ടുണ്ട്. അതിൻ്റെ മഞ്ഞയും വെള്ളയുമായിട്ട് ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ മഞ്ഞ നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം. 1-2 ബാച്ചുകളായിട്ട് ചേർക്കുക. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കളറൊക്കെ കണ്ടല്ലോ, ഇത്രയും കളറേ ആകാവൂ. ഇനി നമുക്ക് മുട്ടയുടെ വെള്ള നല്ലതായിട്ട് അടിച്ച് പതപ്പിക്കാം.
ഇതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങ നീരൂടെ ചേർത്ത് നല്ലതായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. നമ്മളിവിടെ എടുത്തു വച്ചിരിക്കുന്ന മൈദാക്കൂട്ടിലേക്ക് 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർക്കുക, 1 ടീസ്പൂൺ കറുകപ്പട്ട പൊടിച്ചത്, 1/4 ടീസ്പൂൺ ഗ്രാമ്പു പൊടിച്ചതും, ഒരല്പം ജാതിക്ക പൊടിച്ചതോടെ ചേർത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്യുക. ഞാനിവിടെ 1 മാസം മുമ്പേ നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം കൂടെ ചേർന്ന് ഒരു 700 ഗ്രാമോളം റമ്മിലിട്ട് കുതിർത്ത് വെച്ചിരുന്നതാണ്. അതും അതിലേക്ക് ഒരു 1-2 സ്പൂൺ ഓറഞ്ച് മാർമലേഡും കൂടി ചേർത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇതിനു വേണ്ടി ഉപയോഗിക്കാം. ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒരു ബൗളിലേക്ക് ഞാൻ മാറ്റുകയാണ്. നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസുമായിട്ട് നല്ലതായിട്ട് ഒന്ന് ഇളക്കി ചേർക്കാനായിട്ട്. ഇനി ഒരല്പം നാരങ്ങയുടെ തൊലി ചേർത്ത് കഴിഞ്ഞാൽ നല്ല ഫ്ലേവർ ഈ കേക്കിന് കിട്ടും. ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ആ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്കിതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒന്ന് കവർ ചെയ്ത് വെക്കണം. പൊടി കൊണ്ട് ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് കവർ ചെയ്ത് വെക്കുക. അപ്പോൾ ഒരു കേക്കിൻ്റെ അടിയിലോട്ട് ഈ ഡ്രൈ ഫ്രൂട്ട്സ് താന്നു പോകത്തില്ല. ഇനി അടുത്തായിട്ട് 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന വെണ്ണയും പഞ്ചസാരയും ചേർത്ത് മിക്സിയിലേക്ക് നമുക്ക് ചേർത്ത് യോജിപ്പിച്ച് കൊടുക്കാം. നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിരുന്ന മുട്ടയുടെ വെള്ള ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ചേർത്ത് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അധികം പ്രഷർ ഉപയോഗിക്കാതെ നല്ലതായിട്ട് മിക്സ് ചെയ്ത് ചേർക്കുക. നമ്മുടെ റിച്ച് ഫ്രൂട്ട് കേക്കിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കണം. ഒരു ഗ്രീസ് ചെയ്ത ഒരു കേക്ക് ടിന്നെടുത്ത് ഞാൻ ഇതിനകത്ത് ബട്ടർ പേപ്പർ ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ കേക്കിൻ്റെ മിക്സ് പകരാം. എന്നിട്ട് 1-2 പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി 170 ഡിഗ്രി സെൽഷ്യസിൽ 50 മിനിറ്റ്സ് ടു 1 അവർ ഇത് ബേക്ക് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മളുടെ റിച്ച് ഫ്രൂട്ട് കേക്ക് ബേക്കായി വന്നിട്ടുണ്ട്. നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ. വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റുമാണ്, അതുപോലെ നല്ല ടേസ്റ്റുമാണ്. നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം പറയാം. ഇതുപോലെ നമ്മൾ കേക്ക് ഉണ്ടാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് റം പുരട്ടി വയ്ക്കണം. എന്നിട്ടൊരു ഫോയിലെടുത്ത് നല്ലതായിട്ട് പൊതിഞ്ഞ് ഒരു 4-5 ദിവസം കഴിഞ്ഞിട്ട് നമ്മളത് തുറന്നു കഴിഞ്ഞാൽ നല്ല മാർദ്ദവമായിരിക്കും, നല്ല സോഫ്റ്റുമായിരിക്കും. ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ വേറൊരു കേക്കും ഉണ്ടാക്കിയിരുന്നു. നിങ്ങളെ കാണിക്കാനായിട്ട് ഞാനിത് മുറിച്ച് വെച്ചു. ഒന്ന് നോക്കിയേ, അതിൻ്റെ അകമൊക്കെ ഒന്ന് കാണാമല്ലോ.
വളരെ നല്ല കേക്കാണ്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. ഇനി ഒരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ആദ്യമായിട്ടാണ് നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റുകൾ എഴുതണം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.